ബംഗളൂരുവിൽ മഴക്കെടുതിയിൽ ഒരു മരണം. വീടിന്റെ മതിൽ തകർന്ന മഹാദേവപുര ചന്നസന്ദ്ര സ്വദേശി ശശികലയാണ് മരിച്ചത്. നഗരത്തിലെ പ്രധാന റോഡുകൾ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. പി നദീറയുണ്ട് വിശദാംശങ്ങളുമായി. നദീറ, വെള്ളക്കെട്ടിന് ശമനമായിട്ടുണ്ടോ? നമുക്ക് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാം. പലരും വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത്. ഇപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിക്കുകയാണല്ലേ? തീർച്ചയായും ഇനി വലിയ ദുരിതത്തിലാണ് ബംഗളൂരു നഗരം എന്ന് പറയണം. കഴിഞ്ഞ ശനിയാഴ്ചയും അതുപോലെ തന്നെ ഞായറാഴ്ചയും പെയ്ത മഴയിലാണ് ഈ വലിയ ദുരിതവും മഴക്കെടുതിയും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. നമുക്ക് കാണാം, ഇത് ഞാൻ നിൽക്കുന്നത് ശ്രീസായി ലേഔട്ട് എന്ന സ്ഥലത്താണ്. ഇവിടെ കണ്ടോ, വെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇവിടുത്തെ ഡ്രൈനേജിൻ്റെ മുകളിലുള്ള ഈ സിമൻറ്റ് പാളികളൊക്കെ മാറ്റി വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആളുകൾക്ക് അവരുടെ വീടുകളിലൊന്നും കഴിയാൻ കഴിയുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയവർക്കാകട്ടെ തിരിച്ച് വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ. വീടുകളിൽ താഴത്തെ നിലയിൽ താമസിക്കുന്ന എല്ലായിടങ്ങളിലും വെള്ളം കയറിയ അവസ്ഥയിലാണ്. ഇവിടെ നോക്കൂ, ഫൈബർ ബോട്ടുകൾ ഇറക്കിയിരിക്കുകയാണ് ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിന്. ആർക്ക് വേണമെങ്കിലും ഇതിൽ കയറി പുറത്തേക്ക് പോകാം എന്നാണ് പറയുന്നത്. അങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആളുകൾ ഇപ്പോഴും ഭീതിയോടെ വീടുകളിൽ തന്നെ കഴിയുകയാണ്. താഴത്തെ നിലയിൽ താമസിക്കുന്നവരെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഫൈബർ ബോട്ടുകൾ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് SDRF സംഘം. ഇവിടെ കണ്ടോ, ഡ്രൈനേജ് വാട്ടർ ഇപ്പോൾ കുത്തിയിളക്കി തുറന്നു വിട്ടതാണ്. അതുകൊണ്ട് മാത്രമാണ് വെള്ളം പോകുന്നത്. ഇത് മുഴുവൻ ഇവിടെ കെട്ടിക്കിടന്ന് ഈ പ്രദേശത്തെ എല്ലാവരെയും വലിയ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. അതുപോരാ, ഞാനിപ്പോൾ മഴയിൽ കുതിർന്ന് വീണ ഒരു മതിൽ നിലം പതിച്ചത് മൂലം ഒരു സ്ത്രീക്ക് ജീവഹാനി ഉണ്ടായിരിക്കുന്നത്. അത് നടന്നിരിക്കുന്നത് മഹാദേവപുര എന്ന സ്ഥലത്താണ്. ഇങ്ങനെ ബംഗളൂരുവിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാമുള്ള അവസ്ഥ വ്യത്യസ്തമല്ല. എല്ലായിടത്തും വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ കൂടെ നമുക്ക് കാണാം, കാർമേഘം മൂടിയിട്ടുണ്ട്. ഇനി മഴ വരുന്ന സമയമായി കഴിഞ്ഞു. 3 മണിയോടുകൂടി ബംഗളൂരുവിൽ മഴ പെയ്തു തുടങ്ങും. അതോടുകൂടി വീണ്ടും ഈ വെള്ളക്കെട്ട് വർദ്ധിക്കുകയല്ലാതെ ഇത് കുറയുന്നതിനുള്ള സാധ്യതയില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഡ്രൈനേജുകൾ കുത്തിയിളക്കി ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് NDRFിൻ്റെയും SDRFിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ BBMPയുടെ ഒക്കെ ഭാഗത്ത് നടക്കുന്നത്. മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഈ വെള്ളക്കെട്ടിലൂടെ ഓടിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ട്രാക്ടറിൻ്റെയും മറ്റും സഹായത്തോടെയാണ് ആളുകളെ പുറത്തെത്തിക്കുന്നതും ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ കൊണ്ടുപോകുന്നത്. ഇവിടെ വല്ലാത്ത സാഹചര്യമാണ്. ഇങ്ങനെ ഈ ലേഔട്ടിൻ്റെ രൂപത്തിൽ തന്നെ പലയിടത്തും വെള്ളം കെട്ടിയ അവസ്ഥയുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. കാരണം ആളുകൾ വീടുകളിൽ കറണ്ടില്ലാത്ത അവസ്ഥ, വീടിൻ്റെ ഫ്രിഡ്ജ് വെച്ചതിന് മുകളിൽ വരെ വെള്ളം കയറിയ അവസ്ഥയുണ്ട് പലർക്കും. അതുകൊണ്ട് തന്നെ ആഹാരം പാചകം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുകയാണ്. ഈ വെള്ളം എന്ന് പറയുന്നത് ഡ്രൈനേജ് മാലിന്യം കലർന്ന വെള്ളം കൂടിയാണ്. ഇതിലിനി കാലിട്ട് നടന്നതുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ ഇവർക്ക് വരുമെന്ന് കൂടെ പറയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അത്രയും സാംക്രമിക രോഗങ്ങൾ പടരുന്നെന്നുള്ള സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ് ബംഗളൂരുവിൽ. ഇത് ഇന്നും ഇന്നലെയും മാത്രമോ അങ്ങനെയുള്ള കഥയല്ല. ഇത് വർഷങ്ങളായി ഇത് തന്നെയാണ് അവസ്ഥ. ഏത് സർക്കാർ ഭരിച്ചാലും മഴക്കാലം എന്നാൽ ബംഗളൂരുകാർക്ക് പേടി സ്വപ്നമാകുന്ന സാഹചര്യമാണ് കുറച്ച് കാലമായിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? കാരണം ഈ ആളുകളെയെല്ലാം എങ്ങോട്ടാണ് മാറ്റുന്നത്? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പലരും വളരെ ബുദ്ധിമുട്ടിയാണ്. മുകൾ നിലകളിലുള്ളവരൊക്കെ അവിടെ തന്നെ തങ്ങിയാണ്. താഴെ നിലകളിലുള്ളവരെയൊക്കെ എങ്ങോട്ടൊക്കെയാണ് മാറ്റുന്നത്? വിനിത, ഇത് അടുത്ത് കുറച്ച് നടന്നാൽ നമുക്ക് വെള്ളമില്ലാത്ത ഭാഗങ്ങളുണ്ട്. അവിടേക്കുള്ള വീടുകളിലേക്കും സർക്കാർ താൽക്കാലികമായി സജ്ജീകരിച്ച ഇടങ്ങളിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് താഴ്ന്നാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് പലരെയും കൊണ്ടുപോകുന്നത്. പലരും അസുഖബാധിതരായ ആളുകളൊക്കെ വീട്ടിൽ കിടക്കുന്നവരുണ്ട്. അവർക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യമായി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുമല്ലോ എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തിയാണ് ഓരോരുത്തരെയായി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇത്രയും സമയമായി ആളുകൾ ഈ വെള്ളം പോയാൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് കാത്തിരുന്നവരാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഭക്ഷണം പാചകം ചെയ്യാനും മറ്റുമൊന്നും സാധിക്കാതെ വരുമ്പോഴുള്ള സാഹചര്യം അറിയാമല്ലോ. നല്ല വെള്ളം കിട്ടാനില്ല, കുടിക്കാൻ വെള്ളം കിട്ടാനില്ല. അതും ഇപ്പോൾ ബംഗളൂരു കോർപ്പറേഷൻ ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുപ്പിവെള്ളം അത് കുടിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം ഇനി മാറിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. കാരണം ഇപ്പോൾ തന്നെ മേഘാവൃതമായ കാലാവസ്ഥയാണ്. വൈകാതെ വലിയൊരു മഴയ്ക്കുള്ള സാധ്യത ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തുണ്ട്. ഈ പ്രദേശമടക്കം 17 ഇടങ്ങളാണ് ബംഗളൂരുവിൽ ഇങ്ങനെയാവുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ ശ്രീസായി ലേഔട്ട് എന്ന് പറയുന്ന ഈ പ്രദേശം ബംഗളൂരു നഗരവുമായി ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇവർക്കാർക്കും പുറത്തേക്ക് പോകാനോ പുറത്തുള്ളവർക്ക് അകത്തേക്ക് വരാനോ സാഹചര്യമില്ല. നമ്മൾ തന്നെ വളരെ ദൂരെ വാഹനം നിർത്തി JCBയിൽ കയറിയാണ് ഇവിടെ വരെ എത്തിയത്. അങ്ങനെയാണ് സാഹചര്യം. മറ്റ് വാഹനങ്ങളുടെ ഒന്നും സഹായം തേടി നമുക്കിവിടം വരെ വരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്ന രീതിയിൽ
ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ല. സുരക്ഷിതമായ ഇടങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പലരും വീട് വിട്ട് പുറത്തു വിടാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. വരുന്നവർക്ക് ഫൈബർ ബോട്ടിൽ കയറാമെന്ന അഭ്യർത്ഥന കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസും ഇടപെടുന്നുണ്ട്. ഈ പ്രദേശം മാത്രമല്ല, മറ്റ് ലേഔട്ടുകൾ, ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ഈ അവസ്ഥയാണുള്ളത്. ഇത് ഇപ്പോൾ അവസാനിക്കാനും പോകുന്നില്ല. കാരണം വിനിത, മഴ വരികയാണ്. ശരി നദീറയും ശ്രദ്ധിക്കുക. ഏതായാലും ചളിവെള്ളത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് പലർക്കും സാംക്രമിക രോഗവും പടരുമോ എന്ന ആശങ്കയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പാർക്കിങ്ങുകളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വാഹനങ്ങൾ ഏതാണ്ട് പകുതിയിലധികം മുങ്ങിക്കിടക്കുന്ന അവസ്ഥ തന്നെയാണ്. റോഡുകളിലൊക്കെ തന്നെയും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കും. ഇങ്ങനെ 17 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നതെന്നാണ് IP നദീറ അവിടെ ബംഗളൂരുവിൽ നിന്നും ലേഔട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വീണ്ടും മഴ വരുമ്പോൾ ആശങ്ക കൂടുന്നു എന്നത് തന്നെയാണ് നദീറ പറയുന്നത്. IP നദീറയാണ് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ.